OLX-ൽ F-35 ശാപമോക്ഷം കിട്ടിയില്ല. ഇപ്പോഴും കട്ടപ്പുറത്ത് തന്നെ. ഇനി തൂക്കി വിൽക്കുവോ? അങ്ങനെ OLX കച്ചവടം നടക്കുമോ? OLX-ൽ കച്ചവടം നടക്കണമെങ്കിൽ അത്ര പൈസയുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഡോക്ടർ ഓടിച്ചത് ഡോക്ടർ ഓടിച്ച വാഹനം നമ്മുടെ സന്ദീപേട്ടന് വാങ്ങണമെന്ന് നമ്മുടെ ക്യാമറമാൻ സന്ദീപേട്ടന് വാങ്ങണമെന്നുണ്ടെന്ന്. പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞത്. പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. എന്തൊക്കെ സംവിധാനങ്ങളുണ്ടെന്ന് ചോദിച്ചു. ടയർ 5 വർഷത്തേക്ക് മാറ്റണ്ട, പിന്നെ മ്യൂസിക് സിസ്റ്റം ആണ് പ്രധാനം. നിലത്തോടാത്തത് കൊണ്ട് ടയർ 5 വർഷത്തേക്ക് മാറ്റം. ടയർ 99% ബാലൻസ് ഉണ്ട്. ഡോക്ടർ ഓടിച്ചതായതുകൊണ്ട് പിന്നെ അധികം കിലോമീറ്റർ ഓടില്ല. എന്നെ ഹഠാത് ആകർഷിച്ചത് 700 കോടിയുടെ മുതൽ 35 കോടിക്ക് കിട്ടും. വൻ ലാഭം. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഓടിക്കാൻ അറിയത്തില്ല. പൈലറ്റ് ആവണ്ടേ, മേടിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. പൈലറ്റ് ലൈസൻസ് എടുക്കണം. ലൈസൻസ് എടുക്കണം. ഏതായാലും ഒരു 2 ആഴ്ചയോളം ആയെന്ന് തോന്നുന്നു അത് ഇവിടെ വന്ന് ഇരുന്നിട്ട്, അല്ലേ? അതെ. തിരുവനന്തപുരം വിമാനത്താവളം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള വിമാനത്താവളങ്ങളുണ്ട്. കൊച്ചിയും തിരുവനന്തപുരം ഏതാണ്ട് സമാന അവസ്ഥയിലുള്ളതാണ്. അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഒരു ഏരിയയിൽ ഒരു വിമാനം അങ്ങ് കിടക്കുകയാണ്. ഒരു 2 ആഴ്ചയോളമായി. അപ്പോൾ ഈ വിമാനം കിടക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ അത് വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എയർ ഇന്ത്യ അവരുടെ ഹാങ്കർ അവിടെ ഇത് സൂക്ഷിക്കാം, അതിലോട്ട് മാറ്റാമെന്ന് പറഞ്ഞു. പക്ഷേ അതിന് ഇവർ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ UK ഹൈക്കമ്മീഷൻ, ബാംഗ്ലൂരുള്ള UK ഹൈക്കമ്മീഷൻ ഓഫീസിൽ നിന്ന് ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. അതായത് ഇവരിത് മടക്കിക്കൊണ്ട് പോകും, അത് ഉടനെ ഉണ്ടാകും, പക്ഷേ എപ്പോൾ ഉണ്ടാകുമെന്നറിയില്ല. ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അവരുടെ തന്നെ ബ്രിട്ടീഷ് ആർമിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം, വിദഗ്ധ വിഭാഗം വന്ന് പരിശോധന നടത്തി ഇതിൻ്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി. അപ്പോൾ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാനായിട്ട് ആ സമയത്ത് ഇവനെ യാർഡിലേക്ക് മാറ്റാം, ഹാങ്കറിലേക്ക് മാറ്റി അവിടെ വെച്ച് ഈ പരിപാടികൾ ചെയ്യാം. എന്നിട്ട് അത് മടക്കിക്കൊണ്ട് പോകാം. ഒന്നുകിൽ അത് പറത്തിക്കൊണ്ട് തന്നെ പോകും, അല്ലെങ്കിൽ കാരിയർ വിമാനം വരും, ചരക്ക് വിമാനം വന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഇത് കയറ്റും. അപ്പോൾ ഒരു വിമാനത്തിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കാനുള്ള വലിപ്പമേ ഉള്ളൂ ഈ പറയുന്ന 700 കോടിയുടെ മുതലിന്. അപ്പോൾ ഒന്നെങ്കിൽ അങ്ങനെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എഞ്ചിനീയറിംഗ് വിഭാഗം വന്ന് പരിശോധിച്ച് കൊണ്ടുപോകും എന്നുള്ളതാണ് അവർ പറയുന്നത്. പിന്നെ ചില ബിരുദന്മാർ മറ്റൊരു സാധ്യതയും പറയുന്നുണ്ട്. നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇപ്പോൾ സജ്ജമാണല്ലോ. അപ്പോൾ ഈ വിമാനത്തെ പൊക്കിയ ഒരു ലോറിയുടെ പുറത്ത് വെക്കുക, എന്നിട്ട് ആ ലോറി ഓടിച്ച് വിഴിഞ്ഞത്ത് കൊണ്ടുപോകുക. ഈ പറയുന്ന HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറയുന്ന ഒരു കപ്പലിൽ നിന്നാണ് ഈ വിമാനം പുറപ്പെട്ട് വന്നത്. അപ്പോൾ ആ കപ്പലിനെ വിളിച്ച് വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഈ പറയുന്ന ലോറിയിൽ നിന്ന് ഇത് പൊക്കിയെടുത്ത് ഒരു പൂവെടുത്ത് വെക്കുന്ന പോലെ എടുത്ത് വെക്കുക. ഇത് ഒന്നും പറ്റിയില്ലെങ്കിൽ അത് പൊളിക്കാനായിട്ട് അവസരം കൊടുക്കുക. അത് പീസാക്കുന്ന കാര്യം ഏറ്റവും എന്ന് പറയുന്നവരും ഉണ്ട്. യൂണിയൻകാരാകും. പിന്നെ കുഴിവെട്ടി മൂടാന്നൊക്കെ പറയുന്നവർ. അല്ല, ഇത് കൊണ്ടുപോയി അവിടെ ഇറക്കണമെങ്കിൽ യൂണിയൻ പ്രശ്നം ഉണ്ടാക്കൂലേ? നോക്കി നിന്നാലും കൂലി കൊടുക്കണ്ടേ? UK CITU ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം നിലവില് അദാനിക്ക് ഗുണമാണ്. അതെ, പാർക്കിംഗ് ഫീസ് കിട്ടും. അത് ചെറിയ തുകയൊന്നുമല്ല, വലിയ ഫീസ് കിട്ടും. അല്ലെ, ഇത് ഏതായാലും ഇത് 700 കോടി രൂപയുടെ ഒരു മുതലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അമേരിക്കയിലെ ലോക്ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ യുദ്ധരംഗത്ത് അല്ലെങ്കിൽ സൈനിക രംഗത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഒരു വിമാനമാണ് ഇത്, F-35 സാങ്കേതികപരമായി നോക്കുമ്പോൾ. പക്ഷേ ഈ വിമാനം എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ ബ്ലണ്ടർ ആണെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. കാര്യം ഒരുപാടങ്ങ് മികച്ചതായി പോയാലും പ്രശ്നമാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ കുഴപ്പം പിടിച്ചതാണെന്നാണ് പറയുന്നത്. ഭയങ്കര കോംപ്ലക്സ് ആണ്, അതായത് അതിസങ്കീർണമാണ്. ഇപ്പോൾ ചില യന്ത്രഭാഗങ്ങൾ നമ്മൾ പുറമേ നോക്കുമ്പോൾ മനോഹരമായിരിക്കും, അതിൻ്റെ ബോണറ്റ് ഒന്ന് തുറന്ന് നോക്കുമ്പോൾ കുറേ വയറുകൾ അതും ഇങ്ങോട്ടൊക്കെ പോയി എന്താ എവിടെയാണ് ചെയ്യേണ്ടതെന്നറിയാം. ആ ഒരു അവസ്ഥയുണ്ടല്ലോ. ഏതാണ്ട് സമാനമായ അവസ്ഥയിലാണ് ഈ F-35ൻ്റെ കാര്യം. ആ കാരണം കൊണ്ടാണ് ഈ വിമാനം ഇവിടെ ഇങ്ങനെ ഡെഡായിട്ട് കിടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സ്വകാര്യ വർക്ക്ഷോപ്പിൽ പണിയാൻ പറ്റില്ല. അതെ, അത് തന്നെ. ചില കാറുകളൊക്കെ നമ്മൾ വാങ്ങിയാൽ നമ്മുടെ സാധാരണ മേസ്ത്രിമാർക്കൊന്നും അത് തൊടാനൊക്കെ ഇല്ല. കമ്പനി നാൾ വരണമെന്ന് പറയില്ലേ, ആ അവസ്ഥയിലാണ് ഈ വിമാനത്തിൻ്റെയും കാര്യം. ഈ വിമാനം സാധാരണഗതിയിൽ ഏവിയേഷൻ എഞ്ചിനീയർമാർക്ക് കൈവച്ചാൽ കൈകൊള്ളും. അതിൻ്റെ ടെക്നിക്കൽ സൈഡ്, അതിൻ്റെ അതായത് ഈ വിമാനം ഈ 700 കോടി രൂപയുടേതാണെങ്കിലും ആ 700 കോടി രൂപ മുടക്കിയാൽ ആ പൈസ വേസ്റ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇത് പറയത്തക്ക രീതിയിൽ ഇത് പ്രയോജനപ്പെടില്ല എന്ന് പറയുന്നു. ഇതിൻ്റെ ആകെയുള്ള പ്രയോജനം ഇതിൻ്റെ സ്റ്റെൽത്ത് കപ്പാസിറ്റി മാത്രമാണ്. ഇത് റഡാറിൽ പെടില്ല. റഡാർ സിഗ്നലുകൾ അങ്ങോട്ട് വരുമ്പോൾ അതൊന്നെങ്കിൽ ആ റഡാറിൻ്റെ സിഗ്നലുകളെ പിടിച്ചെടുക്കും തിരിച്ച്. അതായത് ഇതേ തട്ടി തിരിച്ചു പോകുമ്പോഴാണ് റഡാറിൽ സെൻസ് ചെയ്യുക.
അപ്പോൾ അത് ആ റഡാർ സിഗ്നലുകളെ പിടിച്ചെടുക്കും, അല്ലെങ്കിൽ തട്ടിത്തെറിപ്പിച്ച് കളയും, റഡാറിലോട്ട് തിരിച്ചു പോകാതെ തെറിപ്പിച്ച് കളയും. അതാണ് ഈ സ്റ്റെൽത്ത് കപ്പാസിറ്റി എന്ന് പറയുക. അതൊരു കോട്ടിംഗ് ആണ്. അപ്പോൾ ആ വലിയ അതിനാണ് ഈ ഇത്രയും നമ്മൾ പൈസ മുടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ സാധനമാണ് ഒരു 2 ആഴ്ചയായിട്ട് അവിടെ മഴയും വെയിലും കൊണ്ട് കിടക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന സാധനം, ഈ പറയുന്ന സ്റ്റെൽത്ത് 5ാം തലമുറ യുദ്ധവിമാനങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ തുടങ്ങി 1990-ലാണ്. നിലവിലിപ്പോൾ അമേരിക്കയെ കൂടാതെ ബ്രിട്ടനുണ്ട്, ജപ്പാനുണ്ട്, ഇസ്രയേലിനും ഈ പറയുന്ന 5ാം തലമുറ വിമാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പറയുന്ന പോലെ ഇറാനിൽ ഇസ്രയേൽ ഈ വിമാനം ഉപയോഗിച്ചിട്ടാണ് ഏറിയ പങ്കും ആക്രമിക്കാൻ പോയത്. പക്ഷേ അപ്പോഴാണ് അമേരിക്കയ്ക്ക് കാര്യം മനസ്സിലായത്, ഇത് റിയൽ കോമ്പാക്ട് സെനാരിയോയിൽ ഒരു യുദ്ധമുഖത്ത് ആദ്യമായിട്ടാണ് ഇവൻ പണിയെടുക്കുന്നത്. ആളത്ര പോരെന്നാണ് അമേരിക്കയുടെ ഒരു വിലയിരുത്തൽ. അങ്ങനെ അമേരിക്കൻ എയർഫോഴ്സിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിരുന്ന കുറേയൊക്കെ തൽക്കാലം വെയിറ്റ് ചെയ്യാൻ പറയും. ഇപ്പോഴങ്ങ് വാങ്ങണ്ട, ഇവൻ ആളത്ര പന്തിയല്ല എന്നാണ് അമേരിക്കയുടെ ഒരു വിലയിരുത്തൽ. കുറേ അപകടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ജനുവരി 28-ന് അലാസ്കയിൽ ഒരു വിമാനം ഈ F-35 വിമാനം തകർന്നു വീണു. അപ്പോൾ തകർന്നു വീണു, അതിൻ്റെ പൈലറ്റ് സുരക്ഷിതമായി, അയാൾക്ക് ജീവഹാനി ഉണ്ടായില്ല, എജക്റ്റ് ചെയ്തു പോയി. അതെന്തോ യന്ത്ര തകരാറ് വന്നതാണെന്നാണ് പറയുന്നത്. പിന്നെ 2020 കുറച്ച് നാൾ മുമ്പ് 2020 മെയ് 19 US എയർഫോഴ്സിൻ്റെ ഒരു വിമാനം, അത് എൽജിൻ എയർബേസിൽ അവരുടെ തകർന്നു വീണു. അത് ഇതേപോലെ സാങ്കേതിക പിഴവാണ്, വിമാനത്തിൻ്റെ സാങ്കേതിക പിഴവ് മൂലമാണ് ഉണ്ടായത്. 2020 സെപ്റ്റംബർ 29 മറ്റൊരു അപകടം ഉണ്ടായി. അത് കുറച്ച് രസകരമായ അപകടമാണ്. ഈ വിമാനത്തിന് ഈ അമിത വേഗതയിൽ പോകുന്നതുകൊണ്ട് തന്നെ ഇതിന് റീഫ്യൂലിംഗ് വേണ്ടി വരും. അങ്ങനെ റീഫ്യൂലിംഗ് അതായത് ആകാശത്ത് നിന്നുകൊണ്ട് തന്നെ റീഫ്യൂൽ ചെയ്യണം. അങ്ങനെ റീഫ്യൂൽ ചെയ്തപ്പോൾ കൂട്ടിയിടിച്ചു മറ്റൊരു വിമാനമായിട്ട്. അതായത് ഈ ഇന്ധനം നിറയ്ക്കാൻ വന്ന വിമാനമായിട്ട് കൂട്ടിയിടിച്ചു. അതും ഈ വിമാനത്തിൻ്റെ പിഴവ് കൊണ്ടുണ്ടായതാണ്. പിന്നെ ഒരു സംഗതി ഉണ്ടായത് 2021 മാർച്ച് 12-ന് അരിസോണയിൽ വെച്ച് ഈ വിമാനത്തിൻ്റെ ഈ വയറ് ഭാഗം ഉണ്ടല്ലോ, ഈ വീല്, അവിടെ ഒരു മെഷീൻ ഗണ്ണ് പോലത്തെ ഒരു സംഗതിയുണ്ട്. ഇത് പൈലറ്റ് അറിയാതെ വെടിപൊട്ടിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ആ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു, വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷേ മൊത്തത്തിൽ പറഞ്ഞ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തൊരു സാധനം. അതായത് ഈ പറയുന്ന മട്ടുമൊക്കെ ഉള്ളൂ. ഈ 700 കോടിയുടെ പകിട്ടും ഈ 5ാം തലമുറ എന്നുള്ള പേരും ഇവൻ ഈ റഡാറിൽ പെടില്ല എന്നുള്ള ഇതൊക്കെ ഉള്ളൂ. അതായത് ഈ ചില ആളുകൾ ഞാൻ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞോട് നടക്കും, പക്ഷെ ഒരു പിണ്ണാക്കും കാണൂല. പിന്നെ അതാണ് F-35. അല്ല, തീർന്നില്ല. ഈ F-35-ന് 700 കോടി എന്നാണല്ലോ പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ അമേരിക്കയുടെ തന്നെ F-16 എന്ന് പറയുന്ന ഒരു യുദ്ധവിമാനമുണ്ട്. അത് ഇതിനേക്കാൾ താഴെ പരിഗണനയിലുള്ളതാണ്. അതിനാകെ കൂടെ ചിലവ് 330 മുതൽ 550 കോടി രൂപ വരെയാണ് ആകെ ചിലവ്. ആ സ്ഥാനത്താണ് 700 കോടി, അതിൻ്റെ ഓൾമോസ്റ്റ് ഡബിൾ വരുന്ന ഈ വില വരുന്നത്. നമ്മുടെ റഫേൽ ഉണ്ടല്ലോ, റഫേൽ യുദ്ധവിമാനങ്ങൾ, അതിൻ്റെ സാങ്കേതിക വിദ്യ, അതിൻ്റെ ഫുൾ എക്യുപ്മെൻറ്റ്സ്, അതിൻ്റെ മറ്റ് സാമഗ്രികളെല്ലാം കൂടി ചേർത്ത് ഇന്ത്യക്ക് കിട്ടുമ്പോഴും ഈ 700 കോടിയിൽ താഴെ വരുള്ളൂ. ഇത് വിമാനത്തിൻ്റെ മാത്രം വിലയാണ് ഈ പറയുന്നത്. ഇപ്പോൾ ഇതൊക്കെ കണ്ട് പേടിച്ചിട്ടാണ് ഇപ്പോൾ ഇന്ത്യയിലെ പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. ഇന്ത്യക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ ഒരു 5ാം തലമുറ യുദ്ധവിമാനം നമുക്ക് സ്വന്തമായി ഉണ്ടാക്കാനാണ് പരിപാടി. പക്ഷേ അതുവരെ ഇപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ അടുത്ത ഡിസംബറിൽ ചൈനയിൽ നിന്ന് ഈ വിമാനം സ്വന്തമാക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് ഈ അമേരിക്കയുടെ കയ്യിലുള്ള ഈ F-35 അല്ലെങ്കിൽ റഷ്യയുടെ സുഖോയ് 57 വാങ്ങിക്കണമെന്ന് പറയും. അപ്പോൾ അവർ കർശനമായി പറയുന്നു, ദയവ് ചെയ്ത് അമേരിക്കയുടെ ഈ സാധനം, ഈ ലോക്ഹീഡ് മാർട്ടിൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ഈ സാധനം വാങ്ങണ്ട, അവനാൾ പ്രശ്നമാണ്. കാണാനുള്ള മട്ട് മാത്രമേ ഉള്ളൂ, സംഭവം ഒരു ടെക്നിക്കൽ ബ്ലണ്ടർ ആണെന്നാണ് പറയുന്നത്. തിരുവനന്തപുരത്തുള്ള ആ സാധനം ഒരു 4 ദിവസം ഓടിച്ചു നോക്കാൻ പറ, ഓടിച്ചു നോക്കിയിട്ട് പറ്റുമെങ്കിൽ വാങ്ങിച്ചോളാം. അല്ല, അതിൻ്റെ പ്രശ്നം അതായത് ഇതിൻ്റെ ഈ വിമാനം നമ്മൾ കാലാവസ്ഥ മോശമായത് കൊണ്ടൊന്നും, അതുമാത്രമല്ല എണ്ണ തീർന്നത് കൊണ്ടും വന്ന് ഇറങ്ങിയെന്നാണല്ലോ പറയും. ഇറങ്ങി തീർന്നു കഴിഞ്ഞാണ് പറയുന്നത് ഇതിൻ്റെ ഹൈഡ്രോളിക് സിസ്റ്റം തകരാറിലായത്. അപ്പോൾ ഈ വിമാനവാഹിനി കപ്പലിൽ നിന്ന് ഒരു 9 അംഗ ടെക്നിക്കൽ ടീം വന്നു. അവരും നോക്കിയിട്ട് നടപടിയായില്ല. അവർ റിപ്പോർട്ട് കൊടുത്തതനുസരിച്ചാണ് ഇപ്പോൾ വിദഗ്ധ സംഘം വരാൻ പോകുന്നത്. അവർ വന്നിട്ടും തീർന്നില്ലെങ്കിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലോറിയെ കയറ്റിക്കൊണ്ട് പോകുന്ന അടക്കമുള്ള പരിപാടികൾ ആലോചിക്കേണ്ടി വരിക. എന്തായാലും കാണാം എന്തായിരിക്കും F-35 സംഭവിക്കാൻ പോകുന്നതെന്ന്.